ഹായ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു സമ്മർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് 3 രുചിയിലുള്ള സോഡ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. വേനൽക്കാലത്ത് വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ജീരക സോഡ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ജീരകം വറുത്തെടുക്കണം. നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജീരകവും 8 കുരുമുളകും കൂടി ചേർത്തിട്ട് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. തീ കൂട്ടിയിടരുത്. കുറച്ച് കഴിയുമ്പോൾ ജീരകം ഇങ്ങനെ പൊട്ടി തുടങ്ങും. അപ്പോൾ എല്ലാ ജീരകവും ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞും വരണം, വെള്ളം തിളയ്ക്കുകയും വേണം. ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്, വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മധുരം നോക്കാം. മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. മധുരം നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മധുരത്തിനേക്കാളും കൂടുതൽ നിൽക്കണം. കാരണം നമ്മൾ ഇതിൽ നിന്ന് 1/4 ഗ്ലാസ് സിറപ്പ് എടുക്കുള്ളൂ. അതിലോട്ട് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ഡൈല്യൂട്ട് ആവുമ്പോൾ മധുരം അത്രയും കുറയും. സോഡ ചേർത്തിട്ട് മധുരം ചേർക്കാൻ നിൽക്കുകയാണെങ്കിൽ സോഡയുടെ ഗ്യാസ് ഒക്കെ അപ്പം തന്നെ പോവും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജീരക സോഡ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ജീരക സോഡ തയ്യാറായി. ഇനി നമുക്ക് മുന്തിരിങ്ങ കൊണ്ട് സോഡ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള മുന്തിരിയാണ്, അതുകൊണ്ട് 1/2 കപ്പ് പഞ്ചസാര മതിയാവും. 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇനി വെള്ളം ഒന്നും ഒഴിക്കാതെ നല്ലപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുന്തിരി സോഡ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മുന്തിരിങ്ങയുടെ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധുരം ഇപ്പോഴേ നോക്കുക. സോഡ ഒഴിക്കുന്നതിന് മുന്നേ മധുരമൊക്കെ കറക്റ്റാക്കി വെക്കണം. സോഡ ഒഴിച്ചു കൊടുക്കുക. സോഡ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുന്തിരിങ്ങ ജ്യൂസിലോട്ട് സോഡ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പതഞ്ഞ് കയറും. അപ്പം നമ്മുടെ മുന്തിരി സോഡയും തയ്യാറായി. ഇനി നാരങ്ങനീരും തേനും കൂടി ചേർത്തിട്ടുള്ള സോഡ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് നാരങ്ങനീര് എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളി ഇല്ലാത്ത നാരങ്ങയാണ്. ഇതിലോട്ട് 1/4 കപ്പ് തേനും ചേർത്ത് കൊടുക്കാം. ഈ തേൻ നല്ല മധുരമുള്ള തേനാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന നാരങ്ങ നീരിന് നല്ല പുളിയായിരിക്കും, തേനിന് മധുരം കുറവുമായിരിക്കും. അപ്പം ഞാൻ ഈ പറയുന്ന അളവിൽ എടുത്താൽ സോഡ ഉണ്ടാക്കി വരുമ്പോൾ നല്ല പുളിപ്പായിരിക്കും. അപ്പം നിങ്ങളിത് കലക്കിയെടുത്തതിന് ശേഷം മധുരം നോക്കുക. മധുരം കുറവാണെങ്കിൽ തേൻ കൂടുതൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ എനിക്ക് കറക്റ്റാണ്. നേരത്തെ പോലെ 1/4 ഗ്ലാസ് സിറപ്പ് ഒഴിക്കുക, ബാക്കി സോഡ ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള നാരങ്ങ നീരാണെങ്കിൽ 1/4 ഗ്ലാസ് ഒന്നും ഈ സിറപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. 1-2 ടേബിൾ സ്പൂൺ സിറപ്പ് ചേർത്തിട്ട് ബാക്കി സോഡ ചേർത്താൽ മതി. അപ്പോൾ ഈ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സിറപ്പൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് മധുരമൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ 3 രുചിയിലുള്ള കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഈ സോഡ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.